പൊതുപണിമുടക്ക് അനുകൂലികൾ പ്രകടനം നടത്തുന്നു. തുറന്നിരിക്കുന്ന ചില കടകൾ നിർബന്ധപൂർവം സമരാനുകൂലികൾ അടപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, നിർബന്ധപൂർവം കടകൾ അടപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഈ പണിമുടക്ക് അനുകൂലികൾ വന്നിരിക്കുകയാണ്. ജനജീവിതം അത്രത്തോളം ദുസ്സഹമായി കഴിഞ്ഞു അവിടെ, അല്ലേ? ദുസ്സഹമായ ഒരു സാഹചര്യമാണ്. അതായത് ഈ പ്രകടനം നടക്കുമ്പോൾ തന്നെ ഏതൊക്കെ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ പറഞ്ഞത്. ഇത്തരത്തിൽ പോന്നപ്പോഴാണ് കട്ടപ്പനയിലെ 2 സ്വകാര്യ സ്ഥാപനങ്ങൾ നിലവിൽ സമരാനുകൂലികൾ നിർബന്ധിച്ച് അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒന്ന് ICC ബാങ്കിന്റെ കട്ടപ്പന ബ്രാഞ്ചാണ്. അത് പ്രവർത്തകർ ഈ ഒരു പ്രകടനത്തിനോടൊപ്പം തന്നെ നിർബന്ധപൂർവ്വം അടപ്പിച്ചു. അതോടൊപ്പം തന്നെ രണ്ടാമതായി ഈ ഇടുക്കി കവലയിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റിന്റെ ഒരു ബ്രാഞ്ച് അത് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. നിലവിൽ പ്രവർത്തകരെത്തി ഇവിടെയും ഭീഷണി മുഴക്കുകയും ഈ ഒരു മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിനു ശേഷം ഈ ഒരു സ്ഥാപനം ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്നൊരു നിർദ്ദേശം നൽകുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ നിലവിൽ ഈ സ്ഥാപനം അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥാപനം അവർ അടയ്ക്കാൻ നിർബന്ധിതരായത്. രാവിലെ ജോലി എടുക്കുന്നതിനായി ഈ സ്ഥാപനത്തിലേക്ക് എത്തിയതാണ്. ഈ പ്രകടനം എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനം അടയ്ക്കണമെന്നൊരു നിർദ്ദേശം സമരാനുകൂലികൾ മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് നിലവിൽ ഇപ്പോൾ ഈ ഒരു മുത്തൂറ്റിന്റെ സ്ഥാപനം മുത്തൂറ്റ് വെഹിക്കിൾ ആൻഡ് സ്റ്റീൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് അടയ്ക്കുകയും ഈ ജീവനക്കാർ പുറത്തേക്ക് പോവുകയുമാണ്. അതായത് സുബിൻ, ഈ തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നു, വാഹനങ്ങൾ തടയുന്നു, അതായത് നിശ്ചലമാക്കുന്ന, ജനങ്ങളുടെ ജീവിതങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന, നിശ്ചലമാക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെയാണ് സുബിൻ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സഖാക്കളിൽ ഒരു വിഭാഗം സ്വന്തം കാര്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടല്ലേ? നിലവിലിപ്പോൾ ഈ സ്ഥാപനം പൂട്ടി ഈ ഒരു ജീവനക്കാരെല്ലാം തന്നെ രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു ജീവനക്കാരുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്നാണ് നിലവിലിപ്പോൾ ഈ ഒരു സ്ഥാപനം അടച്ച് ഇവർ പോകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ രാവിലെ ഈ ഭീഷണിയൊക്കെ ഇവരൊന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ അടച്ച് പോകുന്നത്. പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ ഒരു സമരാനുകൂലികൾ വെട്ടി സംസാരിച്ച ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം കൂട്ടി ഇവർ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. അത്തരത്തിൽ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പണിമുടക്കിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പണിമുടക്കിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ തന്നെ ഇടുക്കി ജില്ലയിൽ ഈ പണിമുടക്ക ദിവസം പണികൾ ചെയ്യുന്നു, തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നു. അപ്പോൾ തൊഴിലെടുക്കാൻ എത്തുന്ന ആളുകളെ മറ്റൊരു ഭാഗത്ത് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾ ഇവിടെ നിന്ന് സംഘടിച്ചെത്തി പുറത്താക്കുന്ന ഒരു സാഹചര്യം. അതാണ് അത്രത്തോളം വിരോധാഭാസകരമായാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു ദേശീയ പണിമുടക്ക് എന്ന പേരിൽ നടത്തുന്ന ജനവിരുദ്ധ പരമായ ഒരു സമരം അല്ലെങ്കിൽ സമരമുറ അവർ നിലവിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ സുബിൻ നൽകുന്നത് ഇടുക്കി ജില്ലയിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പണിമുടക്കിന്റെ നേർക്കാഴ്ചയാണ്. ബാങ്കുകളും മറ്റും തുറന്ന് പ്രവർത്തിക്കുന്നു, സാധാരണക്കാർ അടപ്പിക്കുകയാണ്. ഷട്ടർ വലിച്ചടച്ചുകൊണ്ട് തൊഴിലാളികൾ പുറത്തേക്ക് പോകുകയാണ്. പുറത്ത് ക്രിമിനലുകളായിട്ടുള്ള ഗുണ്ടകൾ ആയുധങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു കൊണ്ടുവന്നതെന്ന് വളരെ ബോധപൂർവമായി കട അടപ്പിക്കുകയാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്.